അങ്ങനെ മുംബൈയുടെ അടുത്ത മത്സരം വന്നുതിരിക്കുകയാണ്. ഇന്ന് പഞ്ചാബും മുംബൈയും തമ്മിലാണ് മാച്ചുള്ളത്. ഇന്നത്തെ മാച്ച് മുംബൈയെ സംബന്ധിച്ച് ജീവൻ മരണ പോരാട്ടമാണ്. ഇന്നും കൂടി തോറ്റാൽ ഇനി മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ അതത്ര ഈസി ആയിരിക്കില്ല. എന്ത് വില കൊടുത്തുമെന്ന് ജയിച്ചേ മതിയാവും. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആവേശ മത്സരം കാണാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ മുംബൈ പഞ്ചാബ് മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യമായി പഞ്ചാബ് ടീമിനെ പരിഗണിച്ചാൽ പഞ്ചാബിന് ഇനിയുള്ള മാച്ച് ജയിക്കണം, ഇല്ലെങ്കിൽ അവർക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കില്ല. അതുകൊണ്ട് പഞ്ചാബ് രണ്ടും കൽപ്പിച്ചായിരിക്കും ഇന്ന് കളിക്കാൻ പോകുന്നത്. മികച്ച താരങ്ങൾ അവരുടെ നിലയിലുണ്ട്. അപ്പോൾ ഇന്നത്തെ മാച്ചിനുള്ള പഞ്ചാബിൻ്റെ പ്ലേയിങ് 11 നോക്കാം. അഥർവ ടൈഡ്, ലിയാം ലിവിങ്സ്റ്റൺ, സാം കറൻ, പ്രഭ്സിമ്രാൻ സിംഗ്, ജിതേഷ് ശർമ്മ, ഹർഷൽ പട്ടേൽ, ഹർഷദീപ് സിംഗ്, ശശാങ്ക് സിംഗ്, ഹർപ്രീത് ബ്രാർ, കഗീസർ റബാദ. ഇനി മുംബൈ ടീമിൽ പരിഗണിച്ചാൽ മുംബൈക്ക് ഇന്നത്തെ മാച്ച് ജയിച്ചേ മതിയാവും, ഇല്ലെങ്കിൽ മുംബൈയുടെ പ്ലേ ഓഫ് സാധ്യതയ്ക്ക് അത് മങ്ങലേൽപ്പിക്കും. നിലവിൽ രോഹിത് ശർമ്മ ഫോമിലാണ്. കഴിഞ്ഞ മാച്ചിൽ രോഹിത് സെഞ്ചുറി അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ സൂര്യകുമാർ ഫോമല്ല. അതാണ് മുംബൈക്ക് പണിയാവുന്നത്. കഴിഞ്ഞ മാച്ചിൽ സൂര്യ ഡെക്കിലാണ് പുറത്തായത്. പാണ്ഡ്യയ്ക്ക് ആണെങ്കിൽ വയർ നിറച്ച് അടി കിട്ടുന്നുണ്ട്. MS ധോണി 3 6 പാണ്ഡ്യയ്ക്കെതിരെ പായിച്ചത്. അതുകൊണ്ട് പാണ്ഡ്യയും ഫോമിലേക്ക് എത്തേണ്ടതുണ്ട്. ബുംറ നല്ല രീതിയിൽ ബൗൾ ചെയ്യുന്നുണ്ട്. ഇന്ന് ഫസ്റ്റ് മുംബൈയാണ് ബാറ്റ് ചെയ്യുന്നതെങ്കിൽ 200+ ടാർഗറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പഞ്ചാബാണ് മുംബൈയുടെ എതിരാളികൾ. പഞ്ചാബ് അത്ര വലിയ ടീമല്ല. മുംബൈ രണ്ടും കൽപ്പിച്ചായിരിക്കും ഇന്ന് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ മുംബൈയുടെ പ്ലേയിങ് 11 നോക്കാം. രോഹിത് ശർമ്മ, തിലക് വർമ്മ, ഹാർദിക് പാണ്ഡ്യ, ഇഷാൻ കിഷൻ, മുഹമ്മദ് നബി, റൊമേരിയോ ഷിപ്പേഡ്, ടിം ഡേവിഡ്, ശ്രേയസ് ഗോപാൽ, ജസ്പ്രീത് ബുംറ, ആകാശ് മധുപാൽ, ജെറാൾഡ് കോട്ടസി. ഇന്നും കൂടി മുംബൈ തോറ്റാൽ പിന്നെ അവർക്ക് പ്ലേ ഓഫ് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.